ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 5ഓളം വില്ലകൾ വരുന്നൊരു ചെറിയ വില്ല പ്രൊജക്റ്റിലാണ് നമ്മൾ ഇന്നുള്ളത്. ഈ വില്ലകളിലെ ഏറ്റവും ലാൻഡ് ഏരിയ കൂടുതലുള്ളൊരു വില്ലയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 4,200 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വരുന്ന ദൂരം വെറും 800 മീറ്റർ മാത്രമാണ്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 6 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും കിഴക്കമ്പലം മാർക്കറ്റിലേക്ക് 2 കിലോമീറ്ററുമാണ് വരുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഏരിയ തുറന്നാൽ നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കൂടാതെ മറ്റൊരു വലിയ വാഹനം കൂടി ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ സൈഡിലായി അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പേസ് ലഭിക്കുന്നുണ്ട്. മറ്റു വില്ലകൾ വെച്ച് കമ്പയർ ചെയ്താൽ ഈ വില്ലക്ക് മാത്രമുള്ളൊരു സവിശേഷതയാണ് ഈ വരുന്ന സ്പേസ്. വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളവും കൂടാതെ KW വാട്ടർ കണക്ഷനുമാണ്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ തീർത്ത നീളമുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4-5 പേർക്കൊക്കെ സുഖമായി ഇരിക്കാവുന്ന അത്ര സൗകര്യം ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ആവശ്യത്തിന് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. കൂടാതെ മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായ TV യൂണിറ്റും ഈ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൊണ്ടുള്ള വളരെ ഭംഗിയുള്ളൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്ക് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിൽ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ലൊരു വർക്കൊക്കെ കൊടുത്ത് LED ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്താണ് ഈ വീടിന്റെ വാഷ് കൗണ്ടർ ഭംഗിയാക്കിയിരിക്കുന്നത്. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കയറി ചെല്ലാം. ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന മനോഹരമായ കിച്ചൺ കബോർഡ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നാനോ വൈറ്റ് ടൈലുകളാണ് കിച്ചൺ ടോപ്പായി നൽകിയിരിക്കുന്നത്. ഗ്രിപ്പ് കൂടുതൽ ലഭിക്കുന്ന മാറ്റ് ടൈലുകളാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കും ഇവിടെ നമുക്ക് കാണാം. കിച്ചണിലേക്കാൾ വലിപ്പമുള്ള വലിയൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. വർക്ക് ഏരിയയിലും നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയ മുഴുവനായി തന്നെ മറിച്ച് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടിയോളം വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാനാവുന്നത്. അതോടൊപ്പം തന്നെ 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ റൂമിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ചെറിയൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനോടകം ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു സ്റ്റഡി ടേബിൾ ആണ്. അതിനോടുകൂടെ തന്നെ 2 വെന്റിലേഷനൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കയറി ചെല്ലാം.
ഇരുവശങ്ങളിലും GI ട്യൂബുകൾ കൊണ്ട് മറച്ച് മുഴുവനായി തന്നെ ഷീറ്റിട്ട് ഭംഗിയാക്കി തന്നെയാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു വാഷ് ബേസിനും മിററൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. താഴത്തെ നിലയിൽ കണ്ടതുപോലെയുള്ള വലിയ 2 വാളുകളുള്ള ഒരു വാർഡ്രോബും അതോടുകൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെയും വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഏകദേശം 12 അടി നീളം വരുന്നൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും മാക്സിമം സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ റൂമിലും കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീടിന്റെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ റൂമിൽ നിന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈവനിങ് സമയങ്ങളിൽ വളരെ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ മനോഹരമായ ബഡ്ജറ്റ് വില്ലയുടെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 4,200 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ മനോഹരമായ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.